ഞാനിപ്പോൾ വാൽപ്പാറയിലാണ്. ദക്ഷിണേന്ത്യയിലെ ചിറാപ്പുഞ്ചി എന്നും ഏഴാം സ്വർഗം എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വാൽപ്പാറ. പശ്ചിമഘട്ടത്തിലെ ആനമലയോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് ഈ വാൽപ്പാറ എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3500 അടി ഉയരത്തിലാണ് നമ്മുടെ ഈ വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 70,000-ഓളം ആളുകൾ അധിവസിക്കുന്ന ഈ മനോഹരമായ ഭൂപ്രദേശം ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. വളരെയധികം ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നു പോയിക്കൊണ്ടിരിക്കുന്ന വാൽപ്പാറ ഇപ്പോൾ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ്. നമ്മളിപ്പോൾ അവിടെയാണുള്ളത്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് വളരെ മനോഹരം, പ്രകൃതിയോടിണങ്ങി പ്രകൃതിയുടെ ആ ഒരു പച്ചപ്പ് പുതച്ച് കിടക്കുന്ന ഒരു കാഴ്ച, തേയിലത്തോട്ടങ്ങളാൽ പച്ചപ്പ് പുതച്ച് കിടക്കുന്ന ഒരു വാൽപ്പാറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വർഷത്തിൽ 365 ദിവസവും വളരെ തണുത്ത കോടമഞ്ഞ് ഇറങ്ങുന്ന ഒരു കാലാവസ്ഥയാണ് വാൽപ്പാറയിലുള്ളത്. ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ അതിശൈത്യവും അതുപോലെ തന്നെ കനത്ത മഞ്ഞുവീഴ്ചയുമൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രദേശവും നമുക്ക് പറയാം. വനത്തോട് വളരെ അടുത്ത് കിടക്കുന്നു. തേയിലത്തോട്ടങ്ങൾ, ഏകദേശം 50ഓളം തേയിലത്തോട്ടം, വലിയ തേയിലത്തോട്ടങ്ങൾ ഈ വാൽപ്പാറയിൽ തന്നെയുണ്ട്. ഇവിടുത്തെ ആളുകൾ അധികവും ഈ തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. നേരത്തെ കുടിയേറിയവരാണ്. 18-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടെ ഈ തേയില കൃഷി ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ തേയില തോട്ടങ്ങൾ ആരംഭിച്ചിരുന്നു. അവയൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ വാൽപ്പാറയിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്നവർക്ക് ആതിരപ്പള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ വഴി ഈ വാൽപ്പാറയിൽ എത്തിച്ചേരാം. തമിഴ്നാട്ടിൽ കൂടിയാണെങ്കിൽ നമ്മൾ പൊള്ളാച്ചിയിലെത്തിയിട്ട് പൊള്ളാച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് വാൽപ്പാറയിൽ എത്തിച്ചേരാൻ സാധിക്കും. രണ്ടും നല്ല വഴികളാണ്, എത്തിച്ചേരാൻ വളരെ സുഗമമായ പാതകളാണ്. ധാരാളം ആളുകൾ ദിവസേന ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു പട്ടണമൊന്നുമല്ല ഈ വാൽപ്പാറ എന്ന് പറയുന്നത്. ഒരു ടൂറിസ്റ്റ് ഗ്രാമമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പട്ടണത്തിൻ്റേതായ വലിയ പകിട്ടോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ആൾത്തിരക്കോ ബഹളങ്ങളോ ഒന്നുമില്ല. കാരണം വലിയൊരു ഭൂപ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായാണ് വരുന്ന ആളുകൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുകയും അതുപോലെ തന്നെ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് പല പല ഏരിയകളിലായിട്ടാണ്. വാൽപ്പാറ ടൗണിൽ കുറച്ച് ഹോട്ടലുകളും കുറച്ച് ഹോം സ്റ്റേയും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടുന്ന് മാറിയൊക്കെയും വളരെ അധികം ഹോം സ്റ്റേകളും ഹോട്ടലുകളും റിസോർട്ടുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടിപ്പോൾ അനുഭവപ്പെടുന്നത് താമസിക്കാനുള്ള സൗകര്യത്തിൻ്റെ ഒരു അഭാവമാണ്. കാരണം ഏകദേശം ഒരു 3000-ന് മുകളിൽ 3500-ന് അടുത്തൊക്കെ ഉള്ളൂ ഹോം സ്റ്റേയും ഹോട്ടൽ റൂമുകളും ഒക്കെ ആയിട്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഇരട്ടി ആളുകൾ ദിവസേന ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ താമസിക്കാനുള്ളൊരു സൗകര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ ഉണ്ടെങ്കിൽ ആളുകൾ കുറച്ചുകൂടെ കൂടുതൽ വരുന്ന ആളുകളൊക്കെ പല സ്ഥലങ്ങളിലും വാൽപ്പാറയിൽ നിന്ന് മാറി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്, ഹോം സ്റ്റേകളിലും റിസോർട്ടുകളിലും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനെ വലിയ ആൾത്തിരക്കില്ലെങ്കിൽ പോലും ധാരാളം ആളുകൾ, ടൂറിസ്റ്റുകൾ ഇന്ത്യക്കകത്തു നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് നമ്മളിപ്പോഴും എത്തിച്ചേർന്നിരിക്കുന്നത്. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് 24 മണിക്കൂർ ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് രാത്രി സന്ധ്യ സമയങ്ങളിലൊക്കെ കോടമഞ്ഞിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യവും അതുപോലെ തന്നെ തണുപ്പുമൊക്കെയാണ്. വരുന്ന വിനോദസഞ്ചാരികൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് വാൽപ്പാറയിലുള്ളത്. വളരെ കുളിർമയുള്ള ഒരു അന്തരീക്ഷം. വെയിലിൻ്റെ ആ ചൂടോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും നമുക്കിവിടെ അനുഭവപ്പെടുന്നില്ല. അതുതന്നെ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. മറ്റു സ്ഥലങ്ങളിലൊക്കെ ചൂട് കൂടുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെയുള്ള തണുത്ത പ്രദേശങ്ങൾ നോക്കി എത്തിച്ചേരാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഈ ഊട്ടി അതുപോലെ തന്നെ കൊടൈക്കനാലൊക്കെ പാസ് മുഖാന്തരമാണ് ഇപ്പോൾ ആളുകളെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളുടെ എൻട്രിയൊക്കെ അവിടെ അങ്ങനെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ ധാരാളം ആളുകൾ ഇപ്പം ആ നിയന്ത്രണങ്ങളുള്ളത് കാരണം ഒരുപാട് ആളുകൾ ഈ വാൽപ്പാറയിലേക്ക് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ വാൽപ്പാറയിലെ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ്. അതുപോലെ തന്നെ വാൽപ്പാറയുടെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വാൽപ്പാറ ആളിയാർ റൂട്ടിലെ യാത്രയാണ്. വളരെ മനോഹരമായ ഒരു യാത്രയാണത്. ഇതൊക്കെ ആസ്വദിക്കാൻ, ആ ചുരം കയറിയുള്ള യാത്രകൾ ആസ്വദിക്കാനുമൊക്കെയാണ് ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്.
മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ തേയിലത്തോട്ടങ്ങൾ കൃഷിക്കാർ ആളുകളൊക്കെ ഇവിടെ പകൽ സമയങ്ങളിലുണ്ട്. രാത്രി കാലങ്ങളിൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം ഇവിടെ വളരെ സർവ്വസാധാരണമായിട്ടുണ്ട്. അതായത് പുലിയൊക്കെ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ, ആന, പുലിയൊക്കെ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ സാധാരണയായിട്ട് ഇറങ്ങാറുണ്ട്. പലപ്പോഴും ജനങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാകും. പുലിയുടെയൊക്കെ ആക്രമണം പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അടുത്ത സമയങ്ങളിലൊക്കെയും പുലി ആക്രമിച്ച സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ നമുക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. കാരണം തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ പതുങ്ങി കിടക്കുന്ന പുലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങളുടെ ശല്യമോ ഒക്കെ നമുക്കിവിടെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പകൽ സമയങ്ങളിലൊക്കെ വളരെ സൗകര്യപ്രദമായിട്ട് ശല്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈ യാത്ര, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ജീവിതത്തിലൊരിക്കലെങ്കിലും വന്ന് കണ്ടുപോകേണ്ട ഒരു കാഴ്ചകളിലൊന്നാണ് ഈ വാൽപ്പാറയിലെ കാഴ്ചകളെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പുലർച്ചെ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. വാൽപ്പാറയിൽ നിന്നും ആളിയാറിലേക്കുള്ള ഒരു യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് വളരെ മനോഹരമായൊരു ഹോം സ്റ്റേ നമുക്കിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളവിടെയാണ് താമസിച്ചത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ നിന്നും നമ്മൾ രാവിലെ യാത്ര തുടരുകയാണ്. രാവിലെ ആ പ്രഭാതത്തിൻ്റെ എല്ലാ സൗന്ദര്യമുള്ള ഒരു യാത്രയാണിത്. വളരെ മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരവസ്ഥ. രാവിലെ നമ്മൾ 7 മണിയായപ്പോഴാണ് ഇപ്പോൾ യാത്ര പുറപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പരിസരങ്ങളിലെല്ലാം വളരെ മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ മഞ്ഞിങ്ങനെ പുതച്ച് കിടക്കുന്ന ഒരു കാഴ്ച, തണുത്ത കാറ്റ്, അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് വളരെ സന്തോഷപ്രദമായ ഒരു പ്രഭാതമാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. കടകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ വാൽപ്പാറ ടൗണിൽ കൂടി യാത്ര മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ കടകളോ അല്ലെങ്കിൽ വലിയ ആൾത്തിരക്കോ ഒന്നുമില്ല. പൊതുവേ അങ്ങനെയില്ല. ആളുകൾ വന്നു പോകുന്ന ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ. കുറച്ച് കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഹോട്ടലുകൾ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കടന്ന് ഇനിയിപ്പം നമ്മൾ പോകുന്നത് നേരെ ആളിയാറിലേക്കാണ് പോകുന്നത്. ആളിയാറിലേക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്കവിടെ ആ ഹെയർ പിൻ വളവുകളിൽ കൂടിയുള്ള ഒരു യാത്രയാണ്. സാധാരണ ഇത് പൊള്ളാച്ചിയിൽ നിന്ന് വരുന്നവരാണ്, ചുരം കയറി വരുന്നവർക്കാണ് അത് കൂടുതൽ അനുഭവവേദ്യമാകുന്നത്. നമ്മളിപ്പോൾ താഴേക്ക് ഇറങ്ങുകയാണ്. കാരണം നമ്മൾ വാൽപ്പാറ വന്നതിന് ശേഷമാണ് നമ്മളിപ്പോൾ താഴേക്ക് പോകുന്നത്. ഈ ചുരം കയറുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം 40ഓളം ഹെയർ പിൻ വളവുകളുണ്ട്. ആളിയാറിൽ നിന്ന് തുടങ്ങി വാൽപ്പാറയിൽ എത്തുന്നതിൽ 40 ഹെയർ പിൻ വളവുകളാണ്. ഏകദേശം 40 കിലോമീറ്ററോളമാണ് ഇവിടുത്തെ ദൂരമെന്ന് പറയുന്നത്. ആളിയാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് തുടങ്ങി നമ്മൾ വാൽപ്പാറയിലെത്തുന്നു. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഹെയർ പിൻ വളവുകളിൽ നിന്നൊക്കെ ഉള്ളൊരു കാഴ്ച. ഇപ്പം നമ്മളിവിടെ ഏറ്റവും 40ാമത്തെ ഹെയർ പിൻ വളവിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ കോടക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ് മൂടിക്കിടക്കുന്നൊരവസ്ഥ. ഇപ്പോൾ താഴേക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് അധികം കാണാൻ പറ്റില്ല. മഞ്ഞില്ലാത്ത സമയങ്ങളിലാണെങ്കിൽ വളരെ മനോഹരമാണ്. അങ്ങ് താഴേക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ മഞ്ഞ് മൂടി കിടക്കുന്നതും മഞ്ഞും തണുപ്പുമാണ്. ആ തണുപ്പ് വളരെ ഒരു എന്താ പറയുന്ന ഒരു ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കോടക്കാറ്റും തണുത്ത കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും, മഞ്ഞുതുള്ളികൾ വീണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ 40ാമത്തെ ഹെയർ പിൻ വളവിലാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. ഇവിടെ നമുക്കിനി താഴേക്കുള്ള യാത്ര തുടരുകയാണ്. 40 ഹെയർ പിൻ വളവുകളും ചുറ്റി ചുരം ഇറങ്ങി നമ്മൾ താഴെ ആളിയാറിലേക്കാണ് എത്തുന്നത്. ആളിയാർ ഡാം സൈഡിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഈ ഹെയർ പിൻ വളവിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഓരോ ഹെയർ പിൻ വളവും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. 40 ഹെയർ പിൻ വളവുകളും 40 പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരുകളൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക്, അതായത് വാൽപ്പാറയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അവിടുത്തെ മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ പേരുകൾ ചേർത്തിട്ടുള്ളവയും അവിടുത്തെ ആ ചരിത്രവും മറ്റ് പശ്ചാത്തലങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഓരോ പേരുകളാണ് ഈ ഓരോ വളവിനും ഇട്ടിരിക്കുന്നത്. അവിടെയൊക്കെ ആ ബോർഡുകളിലൊക്കെ അതിൻ്റെ QR കോഡ് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ആ ചരിത്രവും മറ്റ് പശ്ചാത്തലങ്ങളും ഒക്കെ നമുക്കറിയാൻ സാധിക്കും. അപ്പം അങ്ങനെ എന്തുകൊണ്ടും മനുഷ്യന് നമുക്ക് കാണുന്ന കാഴ്ചക്കാർക്ക് അറിവും ആനന്ദവും പകരുന്ന രീതിയിലാണ് ഈ വഴികളും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ അവർ വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്.
നമുക്കിവിടെ ഇറങ്ങി നിന്ന് ഈ കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട് എപ്പോഴും. ഇവിടെ പോലീസിൻ്റെയും ഫോറസ്റ്റ് അധികൃതരുടെയൊക്കെ പെട്രോൾ എല്ലാ സമയങ്ങളിലും ഇവിടെ ഉണ്ട്. നമ്മളങ്ങനെ ഇറങ്ങി നിന്ന് കാഴ്ചകൾ കാണുന്നത് അവർ അനുവദിക്കുകയില്ല. പ്രത്യേകിച്ച് സന്ധ്യാസമയങ്ങളിലോ രാവിലർച്ചയൊന്നും അങ്ങനെ ഇറങ്ങി നിന്ന് നമുക്ക് കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. എല്ലാ സമയത്തും പോലീസിൻ്റെ ഒരു പരിശോധനയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രദേശമാണിത്. പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഒന്നുമില്ലാതെ അവയൊക്കെയും കൃത്യമായി നീക്കം ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്തു പോകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. എല്ലാ അർത്ഥത്തിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഈ 40 ഹെയർപിൻ വളവുകളും നമ്മൾ പിന്നിട്ട് താഴെ എത്തിയാൽ നമ്മളെ കാത്തിരിക്കുന്ന വളരെ മനോഹരമായൊരു ഡാമാണ് ആളിയാർ ഡാം. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് ഈ മുകളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ റിസർവോയറും മറ്റു കാഴ്ചകളും അതോട് ചേർന്ന് കിടക്കുന്ന വന ഭംഗിയുമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ തക്ക രീതിയിലാണ്. ഇത് കാഴ്ച വളരെ മനോഹരമാണ്. ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് 2 വീലറിലെ ബൈക്ക് റൈഡേഴ്സൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് ഈ കാഴ്ചകളും ഇവിടുത്തെ ഈ യാത്രയും ഒക്കെ ആസ്വദിക്കാറുണ്ട്. ഈ ചുരം 40 കിലോമീറ്റർ ചുരമെന്ന് പറയുന്നത് എപ്പോഴും യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സ്വന്തമായി ഡ്രൈവ് ചെയ്ത് പോകുന്നവരെ സംബന്ധിച്ചും വളരെ സുഖമുള്ള ഒരു അനുഭവമാണ്. അത്രത്തോളം നല്ല സുന്ദരമായ റോഡുകളും ആ ഹെയർപിൻ വളവുകളൊക്കെ ഡ്രൈവ് ചെയ്ത് പോവുക എന്ന് പറയുന്നത്, അത് 2 വീലറിലും 4 വീലറിലാണെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്രയാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും നമുക്ക് കാഴ്ചക്കാർക്ക്, ഇവിടെ വരുന്നവർക്ക് നല്ലൊരു കാഴ്ച വിരുന്നൊരുക്കിയിരിക്കുന്ന ഈ വാൽപ്പാറയിലെ കാഴ്ചകൾ ഇവിടെ കൊണ്ട് തീരുകയാണ്. നമ്മൾ അടുത്ത് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയിൽ കാണുന്നതുവരെയും ബൈ.